Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ചാനലിൽ അവൈലബിൾ ആണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാസ് ആകണമെങ്കിൽ, അതുമാത്രമല്ല അതിനേക്കാൾ കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് അതുപോലെ തന്നെ MCom MBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, പലപ്പോഴും കുട്ടികൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതാൻ സാധിക്കാറില്ല. ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ബട്ട് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ ആയിട്ടുള്ള ടേമുകൾ ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് ജനറൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ്സിൻ്റെ ജനറൽ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ടോപ്പിക്സ് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ആ ഏരിയാസ് കവർ ചെയ്താൽ തന്നെ നമുക്ക് പാസ്സാകാനും അതിനേക്കാൾ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ നമ്മുടെ ഏരിയാസിനെ, ചാപ്റ്റേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം. സോ 5 മൊഡ്യൂളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറയുന്നു. ദെൻ ഡെറിവേറ്റീവിലെ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് മൊഡ്യൂൾ നമ്പർ 2 പറയുന്നത്. അതിലും കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൊഡ്യൂൾ നമ്പർ 3, 4, 5 ആണ് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ള. സോ അതിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എങ്ങനെ നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ്സാകാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ജയിക്കാൻ 35 മാർക്കാണ്. 10 മാർക്ക് ഇന്റേണൽ MCQ വഴി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ കോളേജിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഔട്ട് ഓഫ് 80 നമുക്കൊരു 25നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ, 25 കിട്ടാൻ ഒരു പാടില്ല. പാർട്ട് എയും സിയും കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് സാധിക്കും. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് പാർട്ട് സിയിൽ SI ചോദ്യങ്ങളുടെ കേസിലോട്ട് പോകുമ്പോൾ 4 SI ചോദ്യങ്ങളിൽ നമുക്ക് 2 കിട്ടാൻ വളരെ ഈസിയാണ്. കാരണം എല്ലാ പേപ്പറിലും മൊഡ്യൂൾ നമ്പർ 2 നിന്ന് ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. അതിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഈ പറയുന്ന ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ബേസിക് ടേമുകളെക്കാൾ ഉപരി ആ ഒരു മാർക്കറ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പോയിന്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് കുറേയൊക്കെ ജനറൽ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈ മൊഡ്യൂൾ നമ്പർ 2 SI ചോദ്യങ്ങളെ പഠിച്ച് അത് പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ചാപ്റ്റർ നമ്പർ 2 SIs നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി പിന്നെ നമുക്ക് നിർബന്ധമായും essay എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂൾ നമ്പർ 3 നിന്നാണ്. ഫ്യൂച്ചർ ഓർ ഫോർവേഡ്, ഈ 2 ഏതെങ്കിലും ഒരെണ്ണവും. പിന്നെ നമുക്ക് മൊഡ്യൂൾ നമ്പർ 4 5 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പിന്നെ essay ഇടാറ്. ഞാൻ ഇപ്രാവശ്യം സ്വാപ്പിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഓപ്ഷനാണ് കണ്ടുവരാറ്, ബട്ട് കഴിഞ്ഞ 2 പ്രാവശ്യം ഓപ്ഷനിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മറ്റൊരു ചോദ്യമായിട്ട് സ്വാപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഫ്യൂച്ചർ ആവട്ടെ ഫോർവേഡ് ആവട്ടെ, അതിൽ ടെക്നിക്കലായിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ടെങ്കിലും നമുക്കതിൻ്റെ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അധികം ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കിട്ടും.
സോ ഇതിലേതെങ്കിലും ഒരു എസ്സേയും കൂടി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ പാർട്ട് സി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാറും. ഇനി ഈ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഡോൺ വറി, ഞാൻ ഇന്ന് 7:30 ലൈവ് ഇടുന്നുണ്ട്. ഞാൻ അതിൽ ഇതിൻ്റെ ടീമുകളുടെ കൺസെപ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ ഒരു എസ്സേ നിങ്ങൾക്ക് ലഭിക്കാൻ അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരുന്നുള്ളതാണ്. അങ്ങനെ 4 എസ്സേയിലെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കയ്യിലോട്ട് കിട്ടി. അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ 2 എസ്സേയും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്ക് മതി. അപ്പോൾ പാർട്ട് സിയിൽ നിന്ന് നമുക്ക് ആ ഒരു മിനിമം വേണ്ട ഒരു 10 മാർക്ക് കിട്ടി. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാന്ന്, ബേസിക് ചോദ്യമായിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 2-ലത്തെ ഒരെണ്ണവും പിന്നെ മൊഡ്യൂൾ നമ്പർ 3-ൽ നിന്നുള്ള ഫ്യൂച്ചറോ ഫോർവേഡോ അതിലേതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വാപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്നിക്കലായിട്ടുള്ള ടീമുകൾ എൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാലും ചിലപ്പോൾ കിട്ടേണ്ടതാണ്. അപ്പോൾ ബേസിക് ചോദ്യങ്ങൾ അതിലുണ്ട്. അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളാണ് ഫോർവേഡ് ആവട്ടെ ഫ്യൂച്ചർ ആവട്ടെ ചോദിക്കാറ്. അതാണ് എനിക്ക് പറയാനുള്ള എസ്സേയുടെ ഏരിയാസ്. ഇനി പാർട്ട് എയിൽ റിപ്പീറ്റ് ചോദ്യങ്ങളാണ് ഒരുപാട് വരാറ്. സോ നമുക്ക് 15 ചോദ്യത്തിൽ ഒരു 5-6 കിട്ടാൻ ഒരു പാടില്ല. നമ്പർ 1 ഡെറിവേറ്റീവ് എന്താണ്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചർ എന്താണ്, ഫോർവേഡ് എന്താണ്, സ്വാപ്പ് എന്താണ്, ഓപ്ഷൻ എന്താണ്, വാറണ്ട് എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം, സ്വാപ്ഷൻ എന്താണ്, എപ്പോഴും വരുന്നതാണ്. ദെൻ മേജർ പ്ലേയേഴ്സ് എസ്സേക്ക് ചോദിക്കാറുണ്ട്, 2 മാർക്സിനും അതിലത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, അങ്ങനെ എന്താണ് മേജർ പ്ലേയേഴ്സിലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് സ്പെക്കുലേറ്ററോ ആർബിട്രേജറോ ഹെഡ്ജേഴ്സോ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ പുട്ട് ഓപ്ഷൻ എന്താണ്, കോൾ ഓപ്ഷൻ എന്താണ്. ദെൻ സ്വാപ്പിലെ ഡിഫറെൻറ്റ് ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം, കറൻസി സ്വാപ്പ്, ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെ പല സ്വാപ്പിലെ ഏതെങ്കിലും ഒരെണ്ണം. ഓപ്ഷൻ്റെ ഞാൻ പറഞ്ഞു ഒരെണ്ണം. അതിൽ ഇൻട്രൻസിക് വാല്യൂ ഓപ്ഷൻ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, കറൻസി അങ്ങനെയുള്ള ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒരെണ്ണം, എക്സോട്ടിക് ഓപ്ഷൻ. ദെൻ ഫ്യൂച്ചേഴ്സിലെ കറൻസി ഫ്യൂച്ചർ, കമ്മോഡിറ്റി ഫ്യൂച്ചർ, അതിലേതെങ്കിലും ഒരെണ്ണം. ദെൻ ഈ പറയുന്ന മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം എപ്പോഴും വരുന്നതാണ്. ദെൻ ഡെലിവറി പ്രൈസ് എന്താണ്, 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ഏതെങ്കിലും അഡ്വാൻറ്റേജസോ ലിമിറ്റേഷൻസോ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ദെൻ മാർജിൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിനിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുവരാറുണ്ട്. ദെൻ ക്യാഷ് മാർക്കറ്റ് എന്താണ്, കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 മാർക്സ് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ സ്പോട്ട് കോൺട്രാക്ട് എന്താണ്, ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്, അതിൻ്റെ ഡിഫറൻസുകൾ. ഇങ്ങനെ 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ 5 എണ്ണം കിട്ടാൻ ഒരു പാടുമില്ല. ഇനി അതിൻ്റെ പ്രത്യേകത, ഈ പാർട്ട് സിയിലും പാർട്ട് എയിലും പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങൾ തന്നെ പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്, ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, അതിൻ്റെ റിസ്കുകൾ, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഫോർവേഡിനെ പറ്റിയിട്ടുള്ള ഡിഫറൻസ്, ഓപ്ഷനും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, പല ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ് പാർട്ട് എയിലും പാർട്ട് സിയിലും പറഞ്ഞിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. സോ നമുക്ക് അറിയുന്ന പോലെ പാർട്ട് ബി കൂടി പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ 25 അല്ല, 25 + 10 35-നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഒരു പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടെക്നിക്കൽ ടൈംസ് ഒരുപാടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ പാർട്ട് സി അപ്രൂവ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ കാര്യവും പറഞ്ഞു. ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് പാർട്ട് ബി കൂടി അറിയുന്ന പോലെ പ്രസൻറ്റ് ചെയ്താൽ മൊത്തം സമയം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പുഷ്പം പോലെ പാസ്സായിരിക്കും. ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 80%, 80%-നേക്കാൾ കൂടുതൽ എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അത് മാത്രമല്ല നിങ്ങളുടെ എക്സാമിന് ഏറ്റവും സപ്പോർട്ടീവ് ആയിരിക്കും ഞാൻ 7:30 ചെയ്യാൻ പോകുന്ന ലൈവ് സെഷൻ. അതിലെല്ലാ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഞാൻ ചെയ്യുന്നതാണ്. ക്വിക്ക് റിവിഷൻ 5 മൊഡ്യൂളും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇനി മറ്റു കാര്യങ്ങൾ ലൈവിൽ ചോദിക്കാം. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.